ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ ഡിസിഷൻ തിയറി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഡിസിഷൻ തിയറി എന്ന് പറയുന്ന പാർട്ടിലെ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ ഡിഫറെന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു പാർട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്ന ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് എന്ന് പറയുന്ന പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമ്മൾ കോമ്പണൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിങ്ങിന്റെ ചില കോമ്പണൻസുകളാണ്. അതിൽ ഒന്നാമത്തതാണ് ആക്ട് ഓർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫറെന്റ് പോസിബിൾ സ്ട്രാറ്റജീസ് ദാറ്റ് ദി ഡിസിഷൻ മേക്കർ ക്യാൻ ചൂസ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു പ്രശ്നം, ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ മേക്കർക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസിനെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ആക്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഡിഫറെന്റ് പോസിബിൾ സ്ട്രാറ്റജീസ് ദാറ്റ് ദി ഡിസിഷൻ മേക്കർ ക്യാൻ ചൂസ് എന്നുള്ളതാണ് ആക്ട് അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ആക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി രണ്ടാമത്തത് വരുന്നത് എന്താണ്? ഇവന്റ് ആണ്. അതായത് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാക്ടേഴ്സ് വിച്ച് വിൽ എഫക്ട് ദി ഡിസിഷൻ ആൻഡ് വിച്ച് ആർ ഔട്ട്സൈഡ് ദി കൺട്രോൾ ഓഫ് ഡിസിഷൻ മേക്കർ. ഒരു തീരുമാനത്തെ ബാധിക്കുന്ന ഘടകമാണ്. അതേപോലെ തന്നെ ആ ഒരു ഘടകം എന്താണ്? ഒരു ഡിസിഷൻ മേക്കറുടെ കൺട്രോളിനപ്പുറത്താണ്. ഓക്കെ, ഫാക്ടേഴ്സ് വിച്ച് വിൽ എഫക്ട് ദി ഡിസിഷൻ, നമ്മുടെ ഡിസിഷനെ എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. അതേപോലെ തന്നെ ആ ഒരു ഫാക്ടർ ഒരു ഡിസിഷൻ മേക്കറുടെ കൺട്രോളിന് അപ്പുറത്തുമാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന ടേം മറ്റൊന്ന് എന്താണ്? ഔട്ട്കം ആണ്. അതായത് ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് when a decision maker select a particular act under a particular state of nature, the result obtained is called outcome. ഒരു ഡിസിഷൻ മേക്കർ ഒരു ആക്ടിനെ സെലക്ട് ചെയ്തതിലൂടെ അയാൾക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്താണോ അതിനെയാണ് എന്ത് പറയുന്നത്? ഇവിടെ ഔട്ട്കം എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേം ആണ് പേ ഓഫ് എന്ന് പറയുന്നത്. അതായത് പേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ട്കമിനെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് പേ ഓഫ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഫോം ആണ്. ഓക്കെ, അതായത് മോണിറ്ററി ഗെയിൻ ഓർ ലോസിനെയാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റിനെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇത് രണ്ടും എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ്ലി പറയുന്നതാണ്. അപ്പൊ ഇത്തരത്തില് നമ്മൾ ഔട്ട്കമിനെ ക്വാണ്ടിറ്റേറ്റീവ്ലി പറയുന്നതിനെയാണ് പേ ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ടേം ആണ് ഓപ്പർച്യൂണിറ്റി ലോസ് ഓർ റിഗ്രറ്റ് എന്ന് പറയുന്നത്. അതായത് ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു തീരുമാനം എടുക്കാൻ, ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഒരുപാട് എന്തുണ്ടാവും? അൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ഈ അൾട്ടർനേറ്റീവ്സിൽ നമ്മൾ വാരിയസ് അൾട്ടർനേറ്റീവ്സിൽ നിന്നും ഏതെങ്കിലും ഒരു അൾട്ടർനേറ്റീവിനെയാണ് എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഒരു അൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് നഷ്ടമാകുന്ന ലോസിനെയാണ് ഓപ്പർച്യൂണിറ്റി ലോസ് അല്ലെങ്കിൽ റിഗ്രറ്റ് എന്ന് പറയുന്നത്. ദി ലോസ് ഇൻകേർഡ് ബിക്കോസ് ഓഫ് ദി ഫെയിലിയർ ടു ടേക്ക് ബെസ്റ്റ് പോസിബിൾ ഡിസിഷൻ. ഓക്കെ, അതായത് ബെസ്റ്റ് പോസിബിൾ ഡിസിഷൻ എടുക്കാത്തത് കൊണ്ട് നമുക്കുണ്ടായേക്കാകുന്ന നഷ്ടത്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ഓപ്പർച്യൂണിറ്റി ലോസ് ഓർ റിഗ്രറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കോമ്പണൻസ് ആണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പാർട്ടിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് എന്ന് പറയുന്ന പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ട് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഒരു റിസ്ക് ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ റിസ്ക് വരുന്ന കണ്ടീഷനിൽ തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? മാത്തമെറ്റിക്കൽ എക്സ്പെക്ടേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് മാത്തമെറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ ഓഫ് ഔട്ട്കമിനെ പ്രോബബിലിറ്റി ഓഫ് ഹാപ്പണിങ് എന്നതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് സംഭവിക്കാനുള്ള ചാൻസിന്റെ പ്രോബബിലിറ്റിയുമായി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത്തരത്തിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് മാത്തമെറ്റിക്കൽ എക്സ്പെക്ടേഷൻ കിട്ടുന്നത്. അത് ഹിയർ ഡിസിഷൻ മേക്കർ മസ്റ്റ് ഡിഫൈൻ ദി നാച്ചർ ഓഫ് പ്രോബ്ലം ആൻഡ് ഐഡന്റിഫൈ പോസിബിൾ ആൾട്ടർനേറ്റീവ് ആൻഡ് ഓൾസോ ഡിറ്റർമൈൻ ദി പ്രോബബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ആൻഡ് എവരി ആൾട്ടർനേറ്റീവ്. ഓക്കെ, ഒരു ഡിസിഷൻ മേക്കർ എന്താണ് പ്രശ്നം എന്നുള്ളത് അതിന്റെ നാച്ചറിനെ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. അതേപോലെ തന്നെ പോസിബിൾ ആൾട്ടർനേറ്റീവിനെ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ തന്നെ
പ്രോബബിലിറ്റി, ആ ഒരു ഇവന്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഇത്തരത്തിൽ പ്രോബബിലിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ നമ്മൾ ഓരോ ആൾട്ടർനേറ്റീവിന്റെയും പ്രോബബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, മാത്തമെറ്റിക്കൽ എക്സ്പെക്ടേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇവിടെ മാത്തമെറ്റിക്കൽ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് ജസ്റ്റ് ഇക്വേഷൻ താഴെ കൊടുത്തത്. വാല്യൂ ഓഫ് ഔട്ട്കം ഇൻറ്റു എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഹാപ്പണിങ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ ജസ്റ്റ് നമ്മളൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് വരുന്നത് എന്നുള്ളത് നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ദി സം ഓഫ് ദി നമ്പർ ഓഫ് ഡോട്ട്സ് ഓൺ ദി ടോപ്പ് ഫേസസ് ഓഫ് 2 ഓർഡിനറി ക്യൂബിക്കൽ ഡൈസ്. ഓക്കെ, ഒരു ഡൈസ് അതിന്റെ മുകളിൽ ഉണ്ടാകുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, 1 2 3 4 6 അപ് ടു 6 വരെ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള 2 ഡൈ ആണ്. ഓക്കെ, അപ്പൊ അതിന് മുകളിലുള്ള ഡോട്ടിന്റെ വാല്യൂ, അതിന്റെ എക്സ്പെക്ടഡ് വാല്യൂ കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് നമ്മൾ ഇതിനെ വർക്ക്ഔട്ട് ചെയ്യാൻ ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഈച്ച് ഇവന്റ്, ഓരോ ഇവന്റും സംഭവിക്കാനുള്ള സാധ്യത എന്താണ്, 1/6 ആണ്. നമുക്കറിയാലോ, നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത പാർട്ടാണ്. ഒരു ഡൈ എന്ന് പറയുമ്പോൾ അതിൽ ഒരു നമ്പർ സംഭവിക്കാനുള്ള സാധ്യത നമ്മൾ പറയുക എങ്ങനെയാണ്, 1/6 ആണ്. അതായത് ടോട്ടല് 6 ആണ് വരുന്നത്. ഓക്കെ, 1 to 6 വരെയുള്ള 6 ആണ് നമ്പേഴ്സ് വരുന്നത്. അപ്പൊ അവിടെ 1/6 ആണ് ഒരു നമ്പർ സംഭവിക്കാനുള്ള സാധ്യത, പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വാല്യൂ ഓൺ ദി 6 ഫേസസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 എന്നുള്ളതാണ്. മാത്തമെറ്റിക്കൽ എക്സ്പെക്ടേഷൻ കാണുന്നത് എങ്ങനെയാണ്, വാല്യൂ നമ്മൾ എടുക്കുന്നു. വാല്യൂ എത്രയാണ്, ഒന്നാമത്തതിൽ 1 വരുന്നു, അതിനെ നമ്മൾ അതിന്റെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1/6. രണ്ടാമത്തത് ഇതാണ് 2, അതിന്റെ പ്രോബബിലിറ്റി 1/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൂന്നാമത്തത് 3, അതിന്റെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ടോട്ടൽ ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണോ അത് നമ്മൾ കണ്ടെത്തുന്നു. ഇവിടെ എന്താണ്, 3.5 എന്നുള്ളതാണ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇനി ഇവിടെ 2 എണ്ണമാണ് പറയുന്നത്. ഇത് ഒന്നിൻ്റെതാണ്, ഒരു 1 ഡൈയുടേതാണ് ഇപ്പൊ കണ്ടെത്തിയത്. 2 ഡൈ ഉണ്ട്. ഇപ്പൊ 2 ഡൈ എന്ന് പറയുമ്പോൾ ആൻസർ എങ്ങനെ വരും, 3.5 into 2 എന്ന് വരും. അതായത് 3.5 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ സെർട്ടൈൻ പ്ലെയർ എക്സ് ഈസ് നോൺ ടു വിൻ ദി പ്രോബബിലിറ്റി 0.3 if the track is fast and 0.4 if track is slow. Per Monday there is a 0.7 probability of fast track and 0.3 probability of slow track. What is the probability that player X will win on Monday എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മാത്തമെറ്റിക്കൽ എക്സ്പെക്ടേഷൻ ഓഫ് വിന്നിങ് ഓൺ മൺഡേ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, മൺഡേ വിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പൊ ഇത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്ടഡ് പ്രോബബിലിറ്റി വെൻ ഫാസ്റ്റ് ട്രാക്കും അതേപോലെ തന്നെ എക്സ്പെക്ടഡ് പ്രോബബിലിറ്റി വെൻ സ്ലോ ട്രാക്ക് എന്നുള്ളതും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഫാസ്റ്റ് ട്രാക്ക് ആണെങ്കിൽ ഫാസ്റ്റ് ട്രാക്കിന്റെ നമ്മളോട് പറയുന്നത് എന്താണ്, ഫാസ്റ്റ് ട്രാക്കിന്റെ 0.3 ആണ് പറയുന്നത് ഈ ട്രാക്ക് ഈസ് ഫാസ്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ 0.3 എടുക്കുന്നു, അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, നമ്മുടെ മൺഡേ ഉണ്ടാകുന്ന ചാൻസ് പറയുന്നുണ്ട് 0.7 എന്ന് പറയുന്നുണ്ട് ഫാസ്റ്റ് ട്രാക്കിന്റെ. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 0.7 ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി മൺഡേ സ്ലോ ട്രാക്ക് ആണ് വരുന്നതെങ്കിൽ അങ്ങനെയാകുമ്പോൾ അവിടെ സ്ലോ ട്രാക്കിന്റെ ഫസ്റ്റ് നമുക്ക് പ്രോബബിലിറ്റി തന്നത് എത്രയാണ്, 0.4 ആണ്. അതിന് മൺഡേ വരുന്നതിന്റെ 0.3 എന്നതുകൊണ്ട് മൾട്ടിപ്ലൈ 0.21 പ്ലസ് 0.12 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.33 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു മാത്തമെറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത് ജസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ബാക്കി പോർഷൻസ്, അതായത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.